ഹലോ ഗായ്സ്, അപ്പം ഇതൊരു ഡേ ഇൻ മൈ ലൈഫ് എന്ന് പറയാം. ഡേ ഇൻ മൈ ലൈഫ് എന്ന് പറയാൻ പറ്റത്തില്ല, ഡേ ഇൻ മൈ ഓഫീസ് ലൈഫ് എന്ന് വേണം പറയാം. രാവിലെ തന്നെ നല്ല മഴയുടെ ഒരു രീതിയായിരുന്നു. രാവിലെ എണീറ്റ് കുളിച്ചു, ചെറിയതായിട്ടൊന്ന് ലിപ്സ്റ്റിക്കൊക്കെ ഇട്ട്, പിന്നെ നമ്മൾ ഇച്ചിരി ഫാഷൻ ഷോ ഒക്കെ കഴിഞ്ഞ് ഇച്ചിരി ഒരു കണ്ണൊക്കെ എഴുതി. അങ്ങനെ ഐലൈനർ എഴുതണം എന്നൊക്കെ തോന്നിയാൽ എഴുതും, അല്ലെങ്കിൽ അതുമില്ല. പിന്നെ നമ്മളൊരു പൊട്ടും വെച്ചു. പിന്നെ ഇത്ര ഉള്ളു കേട്ടോ എൻ്റെ ഒരുക്കം. ഞാനിനി പെട്ടെന്ന് പോകാനായിട്ടുള്ള ധൃതിയിലാണ്. നോക്കിയപ്പോഴാണ് കമ്മലിട്ടില്ലെന്ന് കണ്ടത്. പിന്നെ അത് മൂടി വെച്ച് അങ്ങ് അഡ്ജസ്റ്റ് ചെയ്ത് മറച്ചു. ഇടാന്നുള്ള രീതിക്ക് ഇറങ്ങിയതാണ്, പക്ഷേ കമ്മലെടുക്കാൻ മറന്നുപോയി. പിന്നെയാണ് അറിഞ്ഞത്. പിന്നെ ഇത് നമ്മൾ ഇറങ്ങി, എല്ലാം ആയിട്ട് ഇറങ്ങിയിട്ടുണ്ട്. അപ്പം ഇനിയിപ്പോൾ കുറച്ച് ദൂരം നമ്മൾ ഓടേണ്ടതുണ്ട്. സമയം ഓൾറെഡി കഴിഞ്ഞിരിക്കുന്നു. കുറേ നടന്നു, നമ്മളിനി കുറച്ച് ഓടി, കുറേ ഓടി. അങ്ങനെ ഓടി 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 ഒരു സ്ഥലമൊക്കെ പകുതി സ്ഥലമായപ്പോഴത്തേനൊന്ന് ജസ്റ്റ് സ്റ്റോപ്പായി. കാരണം എന്ന് വെച്ചാൽ നല്ല മഴയുടെ ഇതായിട്ട് തെന്നിക്കിടക്കുമായിരുന്നു. അടിച്ചും തല്ലി വീഴാതിരുന്നത് ഭാഗ്യമായിപ്പോയി. അത് ഇതുപോലെ തന്നെ നടന്ന് പകുതിയായപ്പോൾ അണച്ച് ഇവിടെ നിന്നു. അപ്പം നോക്കിയപ്പോൾ ഇത് നല്ല മഴക്കാറുണ്ട്. പിന്നെ ഇത് നമ്മുടെ വഴിയൊക്കെ നല്ല വഴിയായതുകൊണ്ട് തന്നെ ഓടിയാൽ നല്ല മൂക്കാമ്പട്ട അടിച്ച് തന്നെ താഴെ കിടക്കും. അതുകൊണ്ട് തന്നെ നമ്മൾ പയ്യെ നടന്ന് നമ്മൾ ബസ് സ്റ്റോപ്പ്, ഈ ബസ് സ്റ്റോപ്പിനുള്ളിൽ നിന്ന് എനിക്ക് ബസ് കയറാൻ പറ്റും. പക്ഷെ നമുക്ക് ഇപ്പോൾ ഇതിലേക്കൂടെ ബസ്സില്ല. അങ്ങ് ദൂരെ കണ്ടോ, അവിടെ മണ്ണൊക്കെ പൊക്കിയിട്ടേക്കുന്നത്, അവിടെയാണെങ്കിൽ കണ്ടില്ലേ, ഇവിടെ നമുക്ക് റോഡ് പണിയാണ്. അപ്പം ബസ് ഇതിലേക്കൂടെ വരത്തില്ല. തൊട്ട് പുറത്ത് സ്റ്റോപ്പിൽ ചെന്നിട്ട് നമ്മൾ അവിടുന്ന് വേണം പോകാൻ വേണ്ടി. ആ കാറ് പോകുന്ന സ്ഥലം കണ്ടോ, ഞാൻ ചെന്ന പുറത്ത് ബസ് പോകുന്ന ഒരു ചേച്ചി മാത്രം അവിടെ ഉണ്ടായിരുന്നു. പക്ഷേ ദൈവഭാഗത്തിന് ബസ് വന്ന് കയറി. എൻ്റെ കൂടെ ചേച്ചിയുണ്ട്, നമ്മുടെ ചേച്ചിയാണ്. ചേച്ചിയെ പക്ഷെ ഒന്നും കണ്ടില്ല. ചേച്ചി ഞാൻ വിളിച്ചിട്ടാണ് കയറിയത്. ചേച്ചി പുറകെ വരുമെന്ന് പറഞ്ഞ് നല്ല വിശ്വാസത്തിൽ ടിക്കറ്റൊക്കെ എടുത്ത് ബസ് ഇതേ വേറൊരു വഴി കൂടാണ് പോകുന്നത്. കണ്ട ഫുള്ള് ജാതിത്തോട്ടമാണ്, കണ്ടമാണ്. കണ്ടം സൈഡിൽ ഒരു തോടൊക്കെ ഉണ്ട്. കണ്ടത്തിൻ്റെ സൈഡിൽ കൂടാണ് വണ്ടി പോകുന്നത്. അങ്ങനെ വണ്ടി കുറേ നേരം ഇങ്ങനെ ഇരുന്നു, പുറത്തെ കാഴ്ചകളൊക്കെ കണ്ട്, നല്ല കുറേ മരങ്ങളും അതുപോലെ തന്നെ ജാതിയൊക്കെ കണ്ട് ഇങ്ങനെ കുറച്ച് നേരം പുറത്തോട്ടൊക്കെ നോക്കി ഇരുന്ന്. അപ്പോഴത്തേനും പ്രതീക്ഷ നമ്മുടെ ചേച്ചീനെ ചേട്ടൻ കൊണ്ട് വിട്ടിരിക്കുന്നു. അങ്ങനെ നമ്മുടെ ചേച്ചി വന്ന്, ഞാനും ചേച്ചി ഒരു ഓഫീസിലാണ് വർക്ക് ചെയ്യുന്നത്. ഞങ്ങൾ താമസിക്കുന്ന ഒരു സ്ഥലത്ത് തന്നെയാണ്. അങ്ങനെ ഞങ്ങൾ ബസ്സിൽ കയറി, ഇങ്ങനെ മെയിൻ വഴി കയറി. അപ്പം നമ്മുടെ ഈ പോകുന്ന വഴിക്കൊരു മീൻകുളമൊക്കെ ഉണ്ട്. അതൊരു കണ്ടമായിരുന്നു, അതിപ്പോൾ മീൻകുളമായി. ഇത് നമ്മുടെ ഇൻ്റർനാഷണൽ എസ്റ്റേറ്റാണ്. നിങ്ങളുടെയൊക്കെ അവിടെ എസ്റ്റേറ്റൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ ദേ എസ്റ്റേറ്റ് ഒക്കെ കണ്ടില്ലേ, അവിടെ പല പല കമ്പനീസൊക്കെ ഉണ്ട് അതിനകത്ത്. അങ്ങനെ നമ്മൾ പോയപ്പോൾ ദേ അവിടെ ഒരു ഭിത്തിയിൽ എഴുതി വെച്ചിരിക്കുന്നു ഒരു നല്ലൊരു വചനം. അപ്പോൾ അതൊക്കെ കണ്ട് ദേ പാറേപ്പള്ളിയാണ് ഇത്. ഞാനിപ്പം പാറേപ്പള്ളിയുടെ ഒരു വ്ലോഗ് ഞാൻ വേറെ ചെയ്യാം, പാറേപ്പള്ളി കാണിക്കാം. അങ്ങനെ റെയിൽവേ സ്റ്റേഷനൊക്കെ ഇതൊരു അരമനയാണ്. അപ്പം നമുക്ക് ഈ സ്ഥലത്തിന് അരമനപ്പടി എന്നാണ് പേര്. എന്തായാലും കണ്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് മെൻഷൻ ചെയ്യണേ. അപ്പോൾ ദേ നമ്മളിങ്ങനെ ബസ് കയറി ബസ് സ്റ്റോപ്പിൽ വന്നു, സ്റ്റാൻഡിൽ വന്നിട്ട്